ഹലോ ഗായ്സ്, ടോക്സിക്കായ ആളുകളെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം നമ്മുടെ എനർജി കളയാതെ. ദിസ് ഈസ് മീ സൗമ്യ, ലൈഫ് കോച്ച് ആൻഡ് ബിസിനസ് കോച്ച്. ഓൾ ആർ വെൽക്കം ടു ഫീൽ ബെറ്റർ. ഒരാളോട് 5 മിനിറ്റ് സംസാരിച്ചിട്ട് 5 മണിക്കൂർ നിങ്ങൾക്ക് ക്ഷീണം തോന്നിയിട്ടുണ്ടോ? അവരാണ് ടോക്സിക് പേഴ്സൺ. ടോക്സിക്കായ ആളുകളോട് സംസാരിച്ച് നിങ്ങൾ ഫ്രസ്ട്രേറ്റഡ് ആകാറുണ്ടോ? ടോക്സിക്കായ ആളുകളോട് സംസാരിച്ചാൽ അവർ നമ്മുടെ എനർജി മുഴുവനും വലിച്ചെടുക്കും. ടോക്സിക്കായ വ്യക്തികളുടെ കുറച്ച് സിംറ്റംസ് ഞാൻ പറയാം. എപ്പോഴും കംപ്ലൈൻറ്റ് പറയുന്ന ഫ്രണ്ട്, നിങ്ങളുടെ എല്ലാ കാര്യത്തിലും കുറ്റം കണ്ടുപിടിക്കുന്ന റിലേറ്റീവ്, നിങ്ങൾ ജയിക്കുമ്പോൾ സന്തോഷിക്കാത്ത കൊളീഗ്. ടോക്സിക്കായ ആളുകളോട് സംസാരിച്ചാൽ നിങ്ങൾക്ക് തോന്നും എൻ്റെ എല്ലാ എനർജിയും പോയി എന്ന്. ടോക്സിക്കായ ആളുകളോട് സംസാരിച്ചാൽ നിങ്ങൾ തന്നെ വില്ലനാകും. എന്താ സൊല്യൂഷൻ? ഇതിനായി നമുക്ക് ഗ്രേ റോക്ക് മെത്തേഡ് ഉപയോഗിക്കാം. ടോക്സിക് ആളുകൾക്ക് വേണ്ടത് നിങ്ങളുടെ റിയാക്ഷനാണ്. ഡ്രാമ ആണ് അവരുടെ ഭക്ഷണം. ടോക്സിക് ആയ ആളുകൾ നിങ്ങളോട് മോശമായി പെരുമാറുമ്പോൾ നിങ്ങൾ ചാരനിറത്തിലുള്ള ഒരു പാറ പോലെ ആകണം. ബോറിംഗ്, നോ റിയാക്ഷൻ. സ്റ്റെപ്പ് 1, ഇമോഷൻ കാണിക്കരുത്. അവർ കുത്തുവാക്ക് പറഞ്ഞാൽ ചിരിക്കുകയോ ദേഷ്യപ്പെടുകയോ വേണ്ട. നാച്ചുറൽ ഫേസ്, ഓക്കെ, ശരി എന്ന് മാത്രം മതി. നിങ്ങൾ റിയാക്ട് ചെയ്താൽ ടോക്സിക്കായ ആളുകൾക്ക് പവർ കൂടുതൽ കിട്ടും. നിങ്ങൾ റിയാക്ട് ചെയ്തില്ലെങ്കിൽ അവരുടെ ഇൻട്രസ്റ്റ് പോകും. സ്റ്റെപ്പ് 2, ഡീറ്റെയിൽസ് കൊടുക്കരുത്. ഇപ്പോൾ എന്തു ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ വീട്, ജോലി, അങ്ങനെ പോകുന്നു എന്ന് പറഞ്ഞാൽ മതി. നിങ്ങളുടെ സ്വപ്നങ്ങളെപ്പറ്റി, പ്ലാനുകളെപ്പറ്റി അവരോട് പറയരുത്. ഇൻഫോർമേഷൻ ആണ് അവരുടെ ആയുധം. അത് അവർക്ക് കൊടുക്കാതിരിക്കൂ. സ്റ്റെപ്പ് 3, കോൺവെർസേഷൻ കട്ട് ചെയ്യൂ. അവർ ടോക്സിക്കായി സംസാരിക്കുമ്പോൾ പറയൂ, എനിക്ക് ഒരു കോൾ വരുന്നുണ്ട്, സമയമായി, ഞാൻ പിന്നെ വിളിക്കാം, അതിരിക്കട്ടെ, ഞാൻ ബിസിയാണ്. ഇത്തരം വാക്കുകൾ ടോക്സിക്കായ ആളുകളോട് പ്രയോഗിക്കുന്നതിൽ നമുക്ക് ഗിൽറ്റ് തോന്നേണ്ട, നമുക്ക് കുറ്റബോധം തോന്നേണ്ട കാര്യമില്ല. നിങ്ങളുടെ മെൻ്റൽ പീസാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇത്തരം സന്ദർഭങ്ങളിൽ ഗ്രേ റോക്ക് മെത്തേഡ് ട്രൈ ചെയ്യണം. പാറയോട് എത്ര ദേഷ്യപ്പെട്ടിട്ടും കാര്യമില്ലല്ലോ, അത് അനങ്ങില്ല. അതുപോലെ ടോക്സിക്കായ ആളുകൾ നിങ്ങളോട് എത്ര മോശമായി പെരുമാറിയാലും സംസാരിച്ചാലും നിങ്ങൾ അനങ്ങരുത്. 2-3 തവണ ഇങ്ങനെ ചെയ്താൽ ടോക്സിക്കായ ആളുകൾ വേറെ വിക്ടിമിനെ നോക്കി പോകും. ടോക്സിക്കായ ആളുകൾക്ക് നേരെ നിങ്ങളുടെ മൈൻഡ് ഷിഫ്റ്റ് ചെയ്യൂ. ഈ ലോകത്തുള്ള എല്ലാവരെയും തിരുത്തി ശരിയാക്കാൻ പറ്റില്ല. നമ്മൾ ശരിയാകണമെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കണം. അതുകൊണ്ട് ചിലരെ ജീവിതത്തിൽ നിന്ന് തന്നെ അവോയ്ഡ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അതാണ് നമ്മുടെ സെൽഫ് കെയർ. നിങ്ങൾക്ക് ടോക്സിക് ആകാതെ ടോക്സിക് ആളുകളെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഇത് നമ്മുടെ ഈഗോ അല്ല, ബൗണ്ടറി സെറ്റിംഗ് ആണ്. ഇത് നമ്മുടെ സെൽഫ് റെസ്പെക്റ്റ് കൂടിയാണ്. ടോക്സിക്കായ ആളുകളുടെ മുന്നിൽ നമ്മൾ കാം ആയി, പവർഫുൾ ആയി നിൽക്കണം. നിങ്ങളുടെ ലൈഫിലെ എനർജി വാമ്പയർ ആരാണ്? ഈ മെത്തേഡുകളെല്ലാം നിങ്ങൾ അവരോട് ട്രൈ ചെയ്യൂ. ഇതുപോലുള്ള ലൈഫ് ചേഞ്ചിങ് ആയ ടിപ്സുകൾ ഫീൽ ബെറ്റർ എന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ സൗജന്യമായി എല്ലാ ദിവസവും നൽകുന്നുണ്ട്. ഫീൽ ബെറ്റർ എന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ലിങ്കിൽ ക്ലിക്ക് ചെയ്യണേ. ഫീൽ ബെറ്റർ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണേ. താങ്ക് യു ഓൾ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ലെറ്റ്സ് ഗ്രോ ടുഗദർ.